ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി റൈഡർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ വാഗമണിലെ സൺ ആൻഡ് ലേക്ക് റിസോർട്ടിലാണ്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. റിസോർട്ടിലത്തെ ബാൽക്കണിയുടെ വ്യൂ വളരെ നല്ലതായിരുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. പാർക്കിലേക്ക് പോകുന്ന റൂട്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയാലാണ് നമുക്ക് പാർക്കിൽ നേരത്തെ എത്താനും അതുപോലെ തന്നെ പാർക്കിലെ എല്ലാ അഡ്വഞ്ചേഴ്സും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങളും രാവിലെ തന്നെ ഇറങ്ങിയതാണ്, പക്ഷെ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകിയിരുന്നു. അഡ്വഞ്ചർ പാർക്കിന്റെ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ബിൽഡിംഗ് കാണാം. ഈ ബിൽഡിങ്ങിലാണ് നമുക്ക് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഫ്ലവർ ഗാർഡനിലേക്കുള്ള ഷോയുടെ ടിക്കറ്റും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറച്ചും കൂടി മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഫുഡ് സ്പോട്ടുകൾ കാണാം. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനാണ് ഉള്ള സ്പേസാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹോളിഡേ ആയതുകൊണ്ട് അഡ്വഞ്ചർ പാർക്കിൽ നല്ല തിരക്കുണ്ട്.
അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ കുറേ നടന്ന അവസാനമാണ് ഞങ്ങൾക്കൊരു പാർക്ക് ചെയ്യാനൊക്കെ ഒരു സ്പോട്ട് കിട്ടിയത്. അഡ്വഞ്ചർ പാർക്കിൽ നിങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന മെയിൻ റൈഡ്സ് ATV റൈഡ്, സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ്, ജൈന്റ് സ്വിംഗ്, ഗ്ലാസ് ബ്രിഡ്ജ് എന്നിവയായിരുന്നു. കപ്പിൾസായി വരുന്നവർക്ക് അഡ്വഞ്ചർ പാർക്കിൽ ഇപ്പോൾ കപ്പിൾ കോംബോ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഞങ്ങൾ എടുത്തത് കപ്പിൾ കോംബോ ടിക്കറ്റാണ്. അതിൽ നമുക്ക് 2 ആക്ടിവിറ്റീസാണ് വരുന്നത്, ജൈന്റ് സ്വിങ്ങും സ്കൈ സൈക്ലിങ്ങും. ഞങ്ങൾ ആദ്യം എക്സ്പ്ലോർ ചെയ്തത് സ്കൈ സൈക്ലിംഗ് ആണ്. നമുക്ക് 2 പേർക്കും 2 റൗണ്ട് വീതം ഉണ്ടായിരുന്നേ. ഒരുമിച്ച് പോകാൻ നമുക്ക് പറ്റില്ലായിരുന്നു. ഒരാൾ പോയതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അത് നമുക്കത്ര രസമായിട്ട് തോന്നിയില്ല. എന്നാലും നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ചെറിയൊരു ഷിവറിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് സ്റ്റഡി ആയി. പോകുന്ന റൂട്ട് നല്ല രസമുണ്ട്, നമുക്ക് ചുറ്റും നന്നായി കാണാം, നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കിട്ടൂല. ജയിന്റ് സ്വിങ്ങിലാണ് കയറാൻ പോകുന്നത്. ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. പോയി തിരിച്ചു വന്നിട്ട് എന്താവും നോക്കാം.
സംഘത്തിന് പോവേണ്. തിരിച്ചിതുപോലെ വരണേ, വിട്ടുകൊണ്ട് ചാവല്ലേ മേ. ഉച്ചക്കിരുന്നോണം വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കി കത്തിക്കഴിഞ്ഞാൽ കാവടി കളിച്ചു പോയ ആളാ പ്രാചീനായിട്ട് കിടക്കണ കണ്ടില്ലേ? ഇതൊക്കെ എന്ത് താഴത്ത് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരള കൗതുക ലേശം കൂടുതൽ. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടിട്ടില്ലോ. ദൈവമേ, അടുത്തായിട്ട് ഞങ്ങൾ കയറിയത് ഒരു 3D ഷോയ്ക്കായിരുന്നു. കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അത്യാവശ്യം നല്ലതായിരുന്നു. നമുക്ക് 3D ഗ്ലാസ് ഒക്കെ വെച്ച് നന്നായി എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഒരു ഷോ ആയിരുന്നു. അഡ്വഞ്ചർ പാർക്കിലെ മെയിൻ അട്രാക്ഷനായ ഗ്ലാസ് ബ്രിഡ്ജാണ് ഞങ്ങൾ നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്തത്. പെർ ഡേ ടിക്കറ്റ്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 15 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമുക്ക് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. അത് തന്നെ ബ്രിഡ്ജ് നമുക്കൊരു 10 മിനിറ്റാണ് ആകെ വാക്കിംഗ് ടൈം ഉള്ളത്. അത് കുറച്ച് കുറവായിട്ട് തോന്നി. നമുക്ക് ജസ്റ്റ് അവിടെ എത്തി അപ്പം തന്നെ തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ പോലെ നമുക്ക് വരുന്നുണ്ടായിരുന്നു. ടൈം കുറവാണെങ്കിലും വ്യൂ രക്ഷയില്ലായിരുന്നു. നമുക്ക് ചുറ്റും നന്നായി കാണാം. അതുപോലെ തന്നെ അടിയിലേക്ക് നമുക്കൊരു ചെറിയ കാടിൻ്റെ ഒരു ഫീലാണ്. അതും അടിപൊളിയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് വലിയ പേടിയൊന്നും തോന്നിയിരുന്നില്ല. സാധാരണ നമ്മൾ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ അറ്റത്ത് എത്തിക്കഴിയുമ്പോൾ ചെറുതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ആടുന്നുണ്ടായിരുന്നു. അതെല്ലാവരും കൂടി നടക്കുമ്പോൾ ഉള്ളതാണെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്.
അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി വന്നിരുന്നു. ഞങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിനാണ് എത്തിയത്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കാർമേഘമൊക്കെ വന്ന് ഇപ്പം മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കയറി കാണാൻ പറ്റി. മഴ ദിവസങ്ങളിൽ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് വരുന്നത് ശരിക്കും നഷ്ടമായിരിക്കും. കാരണം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ ക്ലോസ് ആയിരിക്കും, മിക്ക റൈഡുകളും അപ്പോൾ ക്ലോസ് ആയിരിക്കും. അപ്പോൾ വെയിലുള്ള ദിവസം വരുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. റൈഡൊക്കെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരമായി. പിന്നെ ഞങ്ങൾ കയറിയത് വാഗമണിലെ തന്നെ അഡ്വഞ്ചർ പാർക്കിലെ ഫ്ലവർ ഗാർഡനിലേക്കാണ്. പാർക്കിൽ വരുന്നവർ എന്തായാലും ഫ്ലവർ ഗാർഡൻ കൂടി വിസിറ്റ് ചെയ്യണം. ഫ്ലവർ ഗാർഡനിലേക്ക് നമുക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഫീ ആണ് വരുന്നത്, 100 രൂപയാണ് വരുന്നത്. പക്ഷെ അത് വർത്താണ്, നമുക്ക് അത്യാവശ്യം നല്ലോണം കാണാനുണ്ട്. ഞങ്ങൾ ഫ്ലവർ ഗാർഡനിൽ കയറിയപ്പോൾ തന്നെ ഏകദേശം സന്ധ്യയായി, സൂര്യൻ അസ്തമിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാർക്കിലിരുന്നുള്ള വ്യൂ വളരെ നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് നല്ല ടൈം റിലാക്സ് ചെയ്തിരിക്കാനുള്ള ബെസ്റ്റ് ടൈമാണ്. ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് വാഗമണിലെ ഫ്ലവർ ഗാർഡനിൽ ഒരു മ്യൂസിക് ഫൗണ്ടൻ വിത്ത് DJ ഷോ ഉണ്ട്. ലാസ്റ്റ് ഞങ്ങൾ അതാണ് കണ്ടത്.
തന്നോരോമൽ മുത്താനേ ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ലക്കെത്തി നിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചവരെല്ലാരും കൂടിയിട്ടുണ്ട് ആശപ്പും കൊട്ടാരം പിന്നാരം മുട്ടിയിലെ ചിങ്കാരം പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം മ്യൂസിക് ഫൗണ്ടൈൻ കഴിഞ്ഞ ഉടനെ തന്നെ DJ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അത് നന്നായി എൻജോയ് ചെയ്തു. വാഗമണിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അഡ്വഞ്ചർ പാർക്ക് വിസിറ്റ് ചെയ്യണം. മസ്റ്റ് പ്ലേസ് ആണ്. ഞങ്ങൾക്ക് മിസ്സായത് പാരാഗ്ലൈഡിങ്ങും സിപ്പ് ലൈനും ആണ്. അടുത്ത തവണ വരുമ്പോൾ ഞങ്ങളത് എന്തായാലും ട്രൈ ചെയ്യും. വാഗമണിലെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.